ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ട്രാവൽ വ്ളോഗല്ല, ഒരു ബേക്കിംഗ് വ്ളോഗല്ല. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യണ സംഭവം മേക്ക് ഓവർ വീഡിയോ ആണ്. നമ്മൾ താമസിക്കുന്ന ഈ വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ മുഖഛായ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? സോ വെൽക്കം ടു മേക്ക് ഓവർ വീഡിയോ ഓഫ് അവർ ലിവിങ് റൂം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. Hi, hello. Welcome back to Miles and Memories by Dhanya. ഫെബ്രുവരിയിലാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ താമസം സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു, എല്ലാ റൂമും എം ടി ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ടി വി ആയിരുന്നു കേട്ടോ. ടി വി ആദ്യം വാങ്ങി. നമുക്കിവിടെ ഇരിക്കാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത് ഇവിടുത്തെ ഓണർ നമുക്ക് തന്നിരുന്ന ഒരു കുഞ്ഞു സോഫ പോലെ ഉണ്ടായിരുന്നു. അതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ടി വി വാങ്ങി, സഡനായിട്ട് നമ്മളെല്ലാം വാങ്ങി തുടങ്ങിയായിരുന്നു. സോഫ അതൊക്കെ കുറേ വാങ്ങിയായിരുന്നു. അത്യാവശ്യം മെയിൻലി വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേഗം വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് ഇരിക്കാനായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ടി വിയുടെ കവറ് നമ്മൾ ഈ ലിവിങ് റൂമിൽ ഇട്ടിട്ട് ആയിരുന്നു, അതിൻ്റെ പുറത്തിരുന്നായിരുന്നു നമ്മൾ ടി വി ഒക്കെ കണ്ടിരുന്നത്. പിന്നെ എല്ലാ റൂമിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. അപ്പോഴും നമുക്ക് ഈ ലിവിങ് റൂം ഒരു എന്താ പറയുക, നമുക്ക് വേണ്ട രീതിയിലൊന്നും നമ്മൾ അത്ര അതായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ഒരു ടി വി, ഒരു സോഫ, ടേബിള്, അതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നത്, ലിവിങ് റൂം ഇവിടുത്തെ ഇങ്ങനെ നീണ്ട ഒരു ലിവിങ് റൂമാണ്. അപ്പം നമുക്കിതൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ളൊരു മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലും അതിനു വേണ്ടി നമ്മൾ മെനക്കെടുവോ പരിപാടി ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഈ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഫസ്റ്റത്തെ ഒരു പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ഈ ലിവിങ് റൂം ചെയ്യാം എന്നുള്ളത് മനസ്സിലേക്ക് വന്നത്. നമ്മൾ ഇത് മാറ്റണം എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് പോയ കാര്യം ChatGPT ഈ ഫോട്ടോ എടുത്തൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാന്നുള്ളതാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോ കിട്ടി. പിന്നെ നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഈ ChatGPT ഫോട്ടോ എടുത്ത് വന്നപ്പോൾ അവർ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് ഈ ഫോട്ടോ ഫ്രെയിംസിൻ്റെ ഈ പുറകെ കാണുന്ന ഈ ഫ്രെയിംസുകളെല്ലാം ഇരുന്നത് ഈ സൈഡിലായിരുന്നു. ഈ ടി വി വെച്ചിരുന്ന ഭാഗത്തായിരുന്നു അതെല്ലാം ഇരുന്നിരുന്നത്. അതിനെ നമ്മളെല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെയായിരുന്നു ടി വി ഇരുന്നത്. ടി വിയെ നമ്മൾ പൊക്കി അങ്ങോട്ട് വെച്ചു. അപ്പം നല്ലൊരു ലോങ് വ്യൂ ആണ് ടി വിക്ക് കിട്ടണം. മറ്റത് തൊട്ടടുത്തായിരുന്നു സോഫയും ടി വി ഇരുന്നത്. അപ്പം നമുക്ക് ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് കിടക്കുന്ന സ്പേസ് വെറുതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് മാറിക്കഴിഞ്ഞാണ്ടായിരുന്നു. എപ്പോഴും അത് നമുക്കുള്ളിലുണ്ടായിരുന്നു, അതൊന്നും ചെയ്യാൻ പറ്റണല്ലോ, അതെങ്ങനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഇപ്പം ഇതെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ ലിവിങ് റൂമിനൊരു എന്താ പറയുക, ഒരു ലുക്ക് തന്നെ ഒരു വ്യത്യാസമൊക്കെ വന്നപ്പോൾ നമുക്കും ഉള്ളിലൊരു സന്തോഷമാണ് കേട്ടോ. ഇപ്പം ഈ മേക്ക് ഓവർ വീഡിയോ എന്ന് പറയണത് എല്ലാവരും ചെയ്യണം, ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിലൊരു സന്തോഷം വരും. ഇവിടെ വന്നിരുന്ന് ഇതൊക്കെ കാണുമ്പോൾ ഹായ് നമ്മളെ കൊണ്ട് പറ്റി എന്നുള്ളൊരിത് വരുമായിരുന്നു. ഇത് തുടങ്ങിയ സമയത്ത് ഇതെങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിച്ച രീതിയിൽ വരുമോ എന്നൊക്കെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പും ഇതിൻ്റെ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലതായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഫോട്ടോ ഞാൻ പറഞ്ഞല്ലോ, ഈ ടി വിയുടെ ഈ വോളിലായിരുന്നു ഫോട്ടോസ് എല്ലാം ഇത് വച്ചിരുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം പറിച്ച് ഇങ്ങോട്ടേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ആണി അടിച്ചിരുന്നതും എല്ലാം കൊണ്ടും ഈ വോള് നിറച്ച് ഹോളുകൾ ഭയങ്കര വൃത്തികേടായിരുന്നു കാണാനായിട്ട്. അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്ത് ചെയ്യാൻ പറ്റിയതൊന്ന് നീറ്റാക്കി എടുക്കണമല്ലോ. അങ്ങനെയാണ് അവർ പറഞ്ഞത്, നമുക്ക് പുട്ടി ചെയ്തിട്ട് ആ ഹോൾസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അതിനൊരു ട്യൂബൊക്കെ വാങ്ങി ആ ഹോൾസിൽ അത് ഫില്ല് ചെയ്തു. ഫസ്റ്റ് ഡേ അതായിരുന്നു എൻ്റെ ഒരു പണി ഉണ്ടായിരുന്നു എനിക്ക്. ആ ഹോൾസ് ഫില്ല് ചെയ്തിട്ട് പിറ്റേ ദിവസം സാൻഡ് പേപ്പർ വെച്ച് ഈ ചുമര് മുഴുവൻ ഞാൻ ഉരച്ച് ലെവൽ ചെയ്തെടുത്തു. ലെവൽ ചെയ്തില്ലെങ്കിൽ ഈ വാൾ പേപ്പർ നമ്മൾ ഒട്ടിക്കുമ്പോൾ
അതിങ്ങനെ തള്ളി നിൽക്കും, നല്ല പോലെ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണോണ്ട് അത് വൃത്തികേടായിരിക്കും കാണാനായിട്ട്. എനിക്കിതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞാൻ ഈ പണി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാൻഡ് പേപ്പറൊക്കെ വെച്ച് ചെയ്യണത്. ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യം, നമ്മുടെ നാട്ടിൽ എന്തൊരു പണിയുണ്ടെങ്കിലും നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് പറയുന്ന പോലെ നമുക്ക് ചെയ്യാനായിട്ട് ആൾക്കാരെ കിട്ടുമായിരുന്നു. ഇത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പുറമേലുള്ള ബുദ്ധിമുട്ടുകൾ. ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പെയിൻ്റ് അടിക്കൊക്കെ ചേട്ടന്മാരെ കാണുമ്പോൾ ഞാൻ എന്തൊരു ബ്രഷ് എടുത്ത് വെറുതെ പെയിൻ്റ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കണ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ ഉരച്ചുകൊണ്ട് ഇതാൽ മതിയല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് നിസാരം ഈ ഒരു ഓള് ചെയ്യാനായിട്ട് ഞാൻ ആ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് എൻ്റെ കൈ പൊട്ടി. അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നിറച്ച് പൊടിയും. നല്ല ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ വിചാരിക്കണ പോലെ ഈസി അല്ല. ചാറ്റ് GPT ഞങ്ങൾ ഇതിൻ്റെ ഒരു കൊടുത്തപ്പോൾ, ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ കൊടുത്തൊരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലോറിൻ്റെ അതേ രീതിയിൽ സെറ്റാവുന്ന ടൈപ്പ് ഒരു വാൾപേപ്പർ ഡിസൈൻ അല്ലെങ്കിൽ ഒരു കളർ എന്നുള്ള രീതിക്കാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മളൊരു ലൈറ്റ് ബ്രൗൺ കളർ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന്. പക്ഷെ അതൊന്നും നമുക്ക് സെറ്റാവണേ ഉണ്ടായില്ല. എൻ്റെ ഒരു ഫ്രണ്ട് കാത്തുവിനെ നിങ്ങൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അവളുടെ വീട്ടിൽ ഇതുപോലത്തെ ഗ്രീനാണ്. നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷെ നമുക്ക് ആ ഒരു കളർ തന്നെ പിടിക്കേണ്ട, മാറ്റി പിടിക്കാം എന്നുള്ളതായിരുന്നു മനസ്സിൽ. പക്ഷെ വേറെ കളറുകളൊന്നും നമുക്കിവിടെ വച്ചിട്ട് എനിക്ക് പേഴ്സണലി ഒന്നും ഇഷ്ടമാവുന്നുണ്ടായില്ല. പക്ഷെ ഈ ഗ്രീൻ കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ ലിവിങ് റൂമിനൊരു പ്രത്യേക ഭംഗി അത് എടുത്ത് കാണിക്കണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു സാരമില്ല, ഇത് തന്നെ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് വാൾപേപ്പർ കളറിലേക്ക് നമ്മൾ എത്തിയത്, ഗ്രീൻ തന്നെ ചെയ്യാം എന്നുള്ളത്. നമ്മൾ ടെമൂൽ നോക്കിയ സമയത്ത് വാൾപേപ്പർ അവൈലബിൾ ആവുന്നത് പല പല ഡയമെൻഷൻസിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ വോളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മെഷർ ചെയ്തു. അതിനനുസരിച്ചുള്ള അത് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ റോളുകൾ വാങ്ങിച്ചത്. അഡീഷണൽ ഒരെണ്ണം കൂടി നമ്മൾ വാങ്ങി, കാരണം ഇത് നമ്മൾ തന്നെയാണല്ലോ ചെയ്യണേ. ഇൻ കേസ് എങ്ങാനും ഒരു കീറലോ എന്തെങ്കിലും വന്നാൽ ഒരു സേഫ്റ്റി എന്നുള്ള നിലയ്ക്കാണ് നമ്മളൊരു അഡീഷണൽ ഒരെണ്ണം കൂടി വാങ്ങിച്ചത്. എന്തോ ദൈവപുരത്തം കൊണ്ട് അത് വേണ്ടി വന്നില്ലായിരുന്നു നമുക്ക്. ഇത്രയും കൊണ്ട് തന്നെ നമ്മൾ മെഷർമെൻറ്റിൽ എന്താണോ കാണിച്ചത് അത് തന്നെ മതിയായിരുന്നു. പിന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഈ വാൾപേപ്പർ നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. ഈ കിറ്റ് നിറച്ച് അതിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അതെ, ഇങ്ങനത്തെ. അതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ഇത് ഒട്ടിച്ചതിന് ശേഷം എക്സ്ട്രാ വരണ പീസ്, ഇതൊരു ബ്ലേഡ് പോലെയാ. ഇത് നല്ല ഷാർപ്പായിട്ടുള്ള സാധനമാണ്. അപ്പം നമുക്ക് എത്ര ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, അത് കീറിപ്പോരും. അപ്പം ഇതും കൂടി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ. ഈ റെഡ് കളർ പാലറ്റ് പോലത്തെ ഇരിക്കണ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്ത് ഫുള്ള് ചെയ്തത്. പിന്നെ ആ ടോപ്പിൽ കണ്ട ഒരു ഗോൾഡൻ സ്ട്രിപ്പ് പോയേക്കണ കണ്ട, അതെന്ന് പറയണത് അതിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ കൊടുത്തു എന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു കയറ്റലും ഇറക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കവർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടായിരുന്നു അത് ഒട്ടിച്ചത്. ആ ഗോൾഡൻ ലൈൻ നമ്മൾ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അത് പല കളറിൽ കിട്ടുമായിരുന്നു, ഗോൾഡ്, ബ്ലാക്ക്, വൈറ്റ്. നമ്മൾ ഗോൾഡാണ് സെലക്ട് ചെയ്തത്, കാരണം ഈ വാൾപേപ്പറിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളത് സെലക്ട് ചെയ്തത്. ഈ വാൾപേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 4 റോ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒട്ടിക്കുന്ന സമയത്ത് ഇത് ചെരിഞ്ഞു പോവോ, നീളം കുറഞ്ഞു പോവോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒട്ടിച്ചു വന്നപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈസി ആയിരുന്നു ഒട്ടിക്കാൻ. ഒരു 10-40 മിനിറ്റ് കൊണ്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചാറ്റ് GPT ജനറേറ്റ് ചെയ്ത് കാണിച്ച ഫോട്ടോയിൽ 2 ഫ്ലോർ ലാമ്പ് ഉണ്ടായിരുന്നു, ആ അറ്റത്തും ഈ അറ്റത്തുമായിട്ട്. അപ്പോൾ അതിൽ ഒരു ഫ്ലോർ ലാമ്പ് നമ്മൾ ഇത് വാങ്ങിച്ചത് ഐക്കിയയിൽ നിന്നായിരുന്നു കേട്ടോ. ഇത് കാണാനും എല്ലാം കൊണ്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക, എനിക്ക് അതിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിൻ്റെ ഈ ബാറുകളുണ്ട്, അതൊരു ഗോൾഡൻ ഷെയ്ഡാണ്. നമ്മുടെ ഫ്ലോറിന് മാച്ചായി പോണതും അതാണ്, അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. അതുപോലെ ഈ കബോർഡ്, ഇതും നമ്മൾ ഐക്കിയെന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ എല്ലാം പാർട്സ് ആയിട്ടായിരുന്നു ഐക്കിയെന്ന് പറഞ്ഞത്. നമ്മൾ ഇത് അസംബിൾ ചെയ്യണം, അങ്ങനെയാണ് ഇത് ചെയ്തത്. ദേ ഈ ബാക്കി കാണുന്ന ഈ മരം, ഇതും ഐക്കിയ പ്രൊഡക്റ്റാണ്. ഇതെല്ലാം ഇങ്ങനെ പാർട്സ് ആയിട്ടാണ് പാക്കിൽ വരണത്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കൊടുക്കാം. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം ഫിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്നതാണിത്. അപ്പോൾ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ,
ഞങ്ങൾക്ക് ഫോട്ടോയിൽ പിന്നെ ChatGPT ജനറേറ്റ് ചെയ്ത് കാണിച്ചത് ഒരു വലിയൊരു ചെയറാണ്. നമുക്ക് ഈ ഹോളിലുണ്ടായിരുന്നത് ഒരു സോഫ മാത്രമായിരുന്നു. അപ്പോൾ അത് കൂടാണ്ട് ഒരു വലിയ ചെയറും കൂടിയും വേണമെന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ IKEA നോക്കിയിരുന്നു. IKEA നോക്കിയപ്പോഴും റേറ്റും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരുടെ അടുത്തൊക്കെ ഇതുപോലെ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇതെങ്ങനെയാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് അവരൊരു ആപ്പിനെ കുറിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ക്ലൈൻ അൻസൈഗൻ എന്നാണ് ആപ്പിൻ്റെ പേര്. അതിൽ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റാണ് കിട്ടണത്. പക്ഷേ ക്വാളിറ്റി വൈസ് നല്ലതായിരിക്കും. നമുക്ക് കടയിൽ കിട്ടണ പോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അവിടെ കിട്ടണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ വീട് മാറി പോവാണ്, അവർക്കിത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇടണത് ഉണ്ടാവും. ഇപ്പം നമുക്ക് ഈ കിട്ടിയേക്കണ ചെയർ എന്ന് പറഞ്ഞാൽ ഒരു പാട് പോലും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ലായിരുന്നു. വളരെ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു ചെയറായിരുന്നു ഇത്. IKEA പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ചെയർ. IKEA ഇത് കിട്ടുമ്പോൾ ഒരു €300 to €400 ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്, ഈ രണ്ടെണ്ണത്തിനും കൂടി ചേർന്ന്. നമുക്കിത് കിട്ടിയത് €140 അപ്പം ഭയങ്കര ലാഭമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിക്കണേലും നമുക്ക് ഈ ഒരു ചെറിയ വിലയ്ക്ക് ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു ചെയർ വാങ്ങിക്കണേൽ യാതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. അങ്ങനെയാണ് ഇത് നമ്മൾ വാങ്ങിച്ചത്. ആ ലാമ്പ് നോക്കണ കൂട്ടത്തിൽ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളൊരു ഫ്ലോർ ലാമ്പ് ഈ സൈറ്റിൽ കൂടെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു ആപ്പിലൂടെ. അങ്ങനെ വാങ്ങിച്ചതാണ് എൻ്റെ ഈ പുറകെ കാണുന്ന ഈ ലാമ്പും. അതും ഇതുപോലെ തന്നെ. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് €75 ആണ്. പക്ഷെ നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് ആപ്പിലൂടെ കിട്ടിയത് €20. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലോർ ലാമ്പ്, ചെയർ ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് TV ആണ്. TV ഞങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നത് TCLൻ്റെ TV ആയിരുന്നു. അത് ഈ ടേബിളുമായിരുന്നു ഞങ്ങൾ വച്ചിരുന്നത്. ഞങ്ങൾക്ക് രണ്ടാമത്തെ മാധുക്കുട്ടൻ വന്ന് ആ TV താഴെ ഇരിക്കണോണ്ട് ഏത് നേരം അതും ഇട്ട് ഇടിയോടിടിയായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിൽ അത് പൊട്ടി താഴെ വീഴാന്നുള്ളൊരു സ്ഥിതി വന്നപ്പോൾ TV മാറ്റാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും TV മാറ്റണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. അങ്ങനെ ഞങ്ങളത് ഇതുപോലെ തന്നെ ആ ആപ്പിലിട്ടു. TV അങ്ങനെ ഒരാൾ വന്ന് കൊണ്ടുപോയി. ഇത് നമ്മൾ എന്നിട്ട് വോൾ മൗണ്ട് ചെയ്യാനുള്ള തീരുമാനത്തിൽ പുതിയ TV വാങ്ങിച്ചു. ഇത് സാംസങ്ങിൻ്റെ 65 ഇഞ്ചിൻ്റെ ഒരു TV ആണിത്. ഇത് വോൾ മൗണ്ട് ചെയ്യാൻ നമ്മൾ ആളെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വോളിൻ്റെ ഇവിടെ കൂടെയൊക്കെ കറണ്ട് പോയിട്ടുണ്ട്. അത് ഏതിൽ കൂടെയൊക്കെ എങ്ങനെയൊക്കെ പോകണേ നമുക്ക് അറിയില്ല. അപ്പോൾ അവർ വന്നാൽ അവരുടെ മെഷീൻ വെച്ച് കറക്റ്റായിട്ട് അത് കണ്ടുപിടിച്ച് അവരത് ഇൻസ്റ്റാൾ ചെയ്യും. അത് കാരണം TV നമ്മൾ തൊട്ടിട്ടില്ല, ആൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് റെഡിയാക്കി തരികയാണ് ചെയ്തത്. ChatGPTയുടെ ഫോട്ടോ പ്രകാരം നമ്മുടെ അവസാനത്തെ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ടായിരുന്നത് ഈ കോർണർ സ്റ്റാൻഡാണ്. ഇത് നമ്മൾ ആമസോൺ വഴിയാണ് ബുക്ക് ചെയ്ത് വന്നത്. ഇതും ഇവിടെ വന്ന് നമ്മളെല്ലാം ഫിക്സ് ചെയ്താണ് ഈ കോലത്തിലാക്കിയെടുത്തത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇനി എവിടെയെങ്കിലുമൊക്കെ പോണ ടൈമിൽ സൊവനിയർ പോലെയുള്ള ഐറ്റംസ് വാങ്ങി നിറയ്ക്കാം എന്നുള്ളതാണ് ഈ കോർണർ സ്റ്റാൻഡ് കൊണ്ട് നമ്മൾ വിചാരിച്ചേക്കണത്. ഇന്നിപ്പോൾ ഈ കാണിച്ച ഈ മേക്ക് ഓവർ വീഡിയോ ഭയങ്കര അടിപൊളി അല്ലെങ്കിൽ ഭയങ്കര സെറ്റപ്പ് സംഭവം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ChatGPTയിൽ എങ്ങനെ കാണിച്ചോ അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യം. ഇത് കാണുമ്പോൾ നമുക്കുള്ളിലും ഒരു സന്തോഷമായി ഇതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന്. ഇത് തുടങ്ങണ സമയത്ത് എൻ്റെ മനസ്സിലൊരു കൺസേൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ കുഞ്ഞു കൊച്ചിനെ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പറ്റും എന്നുള്ളതാണ് ഇപ്പം ഞാൻ തെളിയിച്ച് കാണിച്ചു തന്നെ കേട്ടോ. ഇതിൻ്റെ പുറമെ ഇപ്പം ChatGPT, ജെമിനൈ പല ടൈപ്പ് സംഭവങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുമ്പം എന്നെപ്പോലുള്ള ഏതൊരു സാധാരണക്കാരനും നമുക്ക് നമ്മുടെ വീടൊന്ന് ഭംഗിയാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇതിൻ്റെ ഇടയിൽ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. കാരണം മാധുക്കുട്ടനെ വെച്ചുകൊണ്ട് ഇത് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സൊന്നും ഞാൻ പറയണില്ല. എന്നാലും ഞാനത് ചെയ്തു എന്നുള്ളത് എനിക്കൊരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ഏകദേശം ഒരു 1.5 മാസം എടുത്തു നമ്മുടെ ഈ ലിവിങ് റൂമിലേക്കുള്ള പല സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് എത്തിക്കാനും. നമ്മൾ ഓർഡർ ചെയ്ത് വന്നിട്ട് വേണമല്ലോ പലതും ചെയ്യാനും. അങ്ങനെയൊക്കെ ആയിട്ട് സമയം എടുത്തിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. എന്നാലും നമ്മളത് ചെയ്തു. ഇതൊരു ചെറിയൊരു ഇൻസ്പിറേഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ
എല്ലാവർക്കും ചെയ്യണം എന്നുള്ളൊരിത് വരും എന്നാണ് എനിക്കും തോന്നണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ഫ്രം ധന്യ.